സുരേഷ് ഗോപി അഭിനയിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ലെങ്കിൽ JSK എന്ന സിനിമ അതിന് പ്രദർശന അനുമതി കൊടുത്തില്ല. കാരണം ജാനകി എന്ന ആ ടൈറ്റിൽ പേര് മാറണം. ജാനകി എന്നാൽ സീത എന്ന് അർത്ഥമുണ്ട്. ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പേര് തന്നെയെന്ന് പറയാം ജാനകി, സീത. അതുകൊണ്ട് അത് മാറ്റണം എന്ന് സെൻസർ ബോർഡ് പറഞ്ഞു. അതിന് സെൻസർ ബോർഡിൻ്റെ അഭിപ്രായത്തോട് അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ഡയറക്ടറും ഒന്നും യോജിച്ചില്ല. കാരണം അത് ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പരിധി വരുന്നതാണ്. അതുകൊണ്ട് അത് ഒരു പ്രത്യേക ജാതിയോ കമ്മ്യൂണിറ്റിയോ വംശത്തെയോ അവഹേളിക്കുന്നതല്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 19 പരിധി വരുന്ന കാര്യമായതുകൊണ്ട് സെൻസർ ബോർഡിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ സെൻസർ ബോർഡ് കൃത്യമായിട്ട് ഒരു റിട്ടൺ ആയിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടില്ല. അവർ അതിൻ്റെ റീജിയണലായിട്ടുള്ള സെൻസർ ബോർഡ് അനുമതി കൊടുത്തു. അതിൻ്റെ പ്രദർശനം അവർ കണ്ടു. അതിനുശേഷം ബോംബെയിൽ അതിൻ്റെ നാഷണൽ അതോറിറ്റിയുടെ അവിടെ ചെന്നപ്പം ജാനകി എന്ന പേര് മാറ്റണം. ആ പേര് മാറ്റിക്കഴിഞ്ഞാൽ ജാനകി എന്ന പേര് സംഭാഷണത്തിലും ഡയലോഗിലൊക്കെ കയറി ഇറങ്ങി വരുന്നുണ്ട്. അത് വലിയ പണച്ചെലവേറിയ കാര്യമാണ്. അത് വലിയ പ്രശ്നങ്ങളാണ്. ഭീമമായ നഷ്ടം അവർക്കുണ്ടാവും. ഇത് 19-ാം തീയതി ഇവിടെ റീജിയണലായിട്ട് അവർക്ക് സെൻസർ ബോർഡ് കിട്ടി. 27-ാം തീയതി ലോകത്തിലെ 400 സ്ഥലങ്ങളിൽ റിലീസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അതിനോട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞു. അവരിപ്പം കേരള ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് അവർക്ക് വേണ്ടി ആരാവുന്നത്. അദ്ദേഹം രാജ്യസഭയിലെ MP ആണ്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കോടതി ഇപ്പം കേട്ടു. അതുപോലെ ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ചിലാണ് ഈ സംഭവം പരിഗണിക്കുന്നത്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഇതിന് അനുമതി കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സെൻസർ ബോർഡിൻ്റെ പ്രതിനിധി അവരുടെ വക്കീലിൻ്റെ മുഖേന കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ജാനകി എന്ന പേര് മാറ്റിയാൽ പ്രശ്നം തീരുമോ എന്ന് ജസ്റ്റിസ് നഗരേഷ് കോടതിയിൽ അവരെടുത്ത് ചോദിച്ചതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ 19 പരിധി വരുന്ന കാര്യമാണോ എന്ന് കോടതി പരിഗണിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് ചിലപ്പോൾ ഇത് കൊടുക്കേണ്ടി വരും. കാരണം ഭരണഘടനാപരമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ആർട്ടിക്കിൾ 17 പരിധി കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരും. കാരണം റിലീജിയസ് ഫ്രീഡം അതാണ് ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്. മതസ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യങ്ങൾ ആർട്ടിക്കിൾ 17 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കേണ്ടി വരും. കാരണം സെൻസർ ബോർഡിൻ്റെ അഭിപ്രായം കേട്ട ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആൾക്കാരെടുത്തും ഇക്കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ടി വരും. അങ്ങനെയാണ് ഒരു ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. എന്തായാലും ഇതിന് കേരളത്തിലെ ഫെഫ്കയുടെ പ്രതിനിധികളും കക്ഷി ചേർന്നിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കക്ഷി ചേരുന്നുണ്ട്. അമ്മയെ തുടങ്ങിയ സംഘടനകളെല്ലാം കക്ഷി ചേരുന്നുണ്ട്. ഏതായാലും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ചിൽ അതേപ്പറ്റി പല അഭിപ്രായങ്ങളും അദ്ദേഹം കേട്ടു. അവരുടെ സെൻസർ ബോർഡിൻ്റെ വാദഗതികൾ കേട്ടു. സെൻസർ ബോർഡ് റിട്ടേണായിട്ട് ഈ പ്രൊഡ്യൂസർക്ക് ഡയറക്ടർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയം. ഏതായാലും അങ്ങനെയാണെങ്കിൽ റിട്ടേണായിട്ട് എഴുതി വാങ്ങേണ്ടി വരും. എങ്കിൽ മാത്രമേ അവർ പറയുന്ന വാദഗതിക്ക് അല്ലെങ്കിൽ കൊടുത്ത പരാതിക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, ഓറലായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആ ഭാഗം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോടതിക്ക് ഇതേപ്പറ്റി വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. അവരുടെ റിട്ടേൺ ആയിട്ടുള്ള അവരുടെ അഭിപ്രായം കോടതി മുമ്പാകെ ഹാജരാക്കണം സെൻസർ ബോർഡ്. അതിന് സമയമെടുത്തേക്കാം. ഏതായാലും ഈ ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ഇതിൻ്റെ കഴിഞ്ഞിരിക്കുന്നു. അത് സെൻസർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 27-ാം തീയതി അത് റിലീസിങ് ഡേറ്റ് ആണ്.
അത് ആ ഡേറ്റും ഏതായാലും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭീമമായ നഷ്ടം ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടർമാരും ഇതുമൂലം ഈ ഡേറ്റ് മാറിയത് മൂലം ഉണ്ടാകുന്നതെന്ന് കരുതുന്നു. കാരണം ഇതേ രീതിയിലുള്ള പേരുകൾ ഇന്ത്യയിലെ പല സിനിമയ്ക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ സീത, ഗീത എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് സിനിമകളിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇതിനെപ്പറ്റിയുള്ള സെൻസർ ബോർഡിൻ്റെ റിട്ടേൺ ആയിട്ട് അഭിപ്രായം, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തീർച്ചയായിട്ടും ആ ഒരു പ്രതിനിധി അവരുടെ അഡ്വക്കേറ്റ് ആരെങ്കിലും ഇതിനകത്ത് വരേണ്ടി വരും. ആ അഭിപ്രായം കൂടെ കോടതി കേൾക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണഘടനാപരമായ കാര്യമായതുകൊണ്ട് വളരെ വിശാലമായ രീതിയിൽ ഇതേപ്പറ്റി കോടതിക്ക് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു അഭിപ്രായം വരണമെന്നുണ്ടെങ്കിൽ ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതി ഇനി തീരുമാനമെടുക്കും. അങ്ങനെ എടുക്കുമ്പം തീർച്ചയായിട്ടും റിലീസിങ്ങിന് ഇനി താമസം നേരിടും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.